പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. ഇദസ്സമാ ഉൻ ഫതറത്ത്, സൂറത്തു ഇൻഫിത്താർ. ഇത് ഈ അധ്യായം പാരമ്പര്യമായിട്ട് നമ്മൾ ഈ വചനങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ടുള്ള വചനങ്ങളൊക്കെ അന്ത്യനാൾ സംഭവിക്കുന്ന, അവസാന നാൾ സംഭവിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ വചനങ്ങളെ അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലൂടെ പഠിക്കാനാണ്, മനസ്സിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഈ അധ്യായം തിരഞ്ഞെടുക്കാനുള്ള കാരണം, അവസാനത്തെ ചെറിയ അധ്യായങ്ങൾ വിശദീകരിക്കാൻ നമ്മുടെ ചില സഹോദരങ്ങൾ മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം പിന്നീട് ഇപ്പോൾ തുടർന്നിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ സൂറത്തു അമ്മ മുതൽ, സൂറത്തു നബ മുതൽ, സൂറത്തു അമ്മയുടെ മറ്റൊരു പേരാണ് സൂറത്തു അന്നബ എന്നുള്ളത്. സൂറത്തു നബ മുതൽ ഇതിനു മുമ്പുള്ള അധ്യായം വരെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ വിശദീകരിച്ചു വെച്ചതാണ്. ഓരോ വചനങ്ങളും വിശദീകരിച്ചു വെച്ചതാണ്. അവിടെ നിർത്തിയിട്ട് പിന്നീട് നമ്മൾ ചാനൽ തുടങ്ങിയപ്പോൾ പിന്നീട് അവിടെ ക്ലാസ്സുകൾ നിർത്തിയിട്ട് പിന്നെ ചാനലിലെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവിടെ ചില ടെക്സ്റ്റ് മെസ്സേജുകളോ ചെറിയ ചെറിയ വല്ല കാര്യങ്ങളൊക്കെ അല്ലാതെ തുടർ ക്ലാസ്സുകൾ പിന്നീട് നമ്മുടെ ഗ്രൂപ്പിൽ നടന്നിട്ടില്ല. അതാണ് പല സഹോദരങ്ങളും ഗ്രൂപ്പിൽ ആഡ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ വൈകിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നമ്മുടെ ചാനൽ തുടങ്ങി അവിടുന്ന് അങ്ങോട്ട് തുടർ ക്ലാസ്സുകൾ അവിടെ നിർത്തി വച്ചിരിക്കുകയാണ്. രണ്ടും കൂടി എനിക്ക് നടക്കാത്തത് കൊണ്ട്. മാത്രമല്ല അതൊരു പെയ്ഡ് ഗ്രൂപ്പാണ്. പല ആളുകൾക്കും വർഷത്തിൽ 1000 രൂപ അതിൽ പിന്നെ നൽകാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പല സഹോദരങ്ങളും ഞങ്ങളെ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കാത്തത് അതുകൊണ്ടാണ്. ഇനി വളരെ നിർബന്ധമാണെങ്കിൽ പേഴ്സണലായിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് നമ്പർ മെസ്സേജ് ചെയ്താൽ നമ്മൾ ആഡ് ചെയ്യാം. പക്ഷെ ഇപ്പോൾ തൽക്കാലം അവിടെ ക്ലാസ്സുകൾ ഇല്ല. ഇനി വിഷയത്തിലേക്ക് നമ്മൾ വരാം. ഇദസ്സമാഉം ഫതറത്ത്. നമ്മൾ അസ്സമാ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സഖഫു മഅരിഫത്തിഹി എന്നാണ്. അവൻ്റെ വിജ്ഞാനത്തിൻ്റെ, അവൻ്റെ മഅരിഫത്തിൻ്റെ, അവൻ്റെ അറിവിൻ്റെ മേൽക്കൂരയെയാണ് നമ്മൾ സമാ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പദാർത്ഥ തലത്തിലുള്ള ആകാശം എന്ന് പറയുന്ന ഒന്നല്ല എന്നർത്ഥം. അതാണ് ഇദസ്സമാ എന്ന്. അസ്സമാ എന്ന് പറയുന്നത് സുമൂവാണ്. അവൻ്റെ സുമൂവ് പ്ലസ് അലിഫ് ഹംസ, അതാണ് സമാ എന്ന് പറയുന്നത്. സമാവാത്ത് എന്ന് എഴുതുമ്പോൾ അങ്ങനെ തന്നെയാണ്, സമവാത്ത് എന്നാണ് എഴുതുന്നത്. ഇലാ ഹലറത്തി സുമൂവി എന്ന് പറയുന്നത്, സുമൂവ്, സമാ, സുമൂവ് എന്നൊക്കെ പറയുന്നത് ഉയരങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അറിവിൻ്റെ ആകാശങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാലോ. അറിവിൻ്റെ ആകാശങ്ങൾ, അറിവിൻ്റെ ഭൂമിക. അതുപോലെ തന്നെ പർവ്വതം കൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ജിബില്ല് എന്ന് പറയുന്നത്. ഒരാൾ മജ്ബൂലായി, ഒരാളിൽ ഊട്ടപ്പെട്ട കിടക്കുന്ന അറിവാകട്ടെ അജ്ഞതയാകട്ടെ, രണ്ടായാലും അതാണ് അയാളുടെ ജിബില്ല്. അതാണ് അയാളുടെ ജിബില്ല് എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. പൂർവികരായ ജിബില്ലുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുൻകഴിഞ്ഞ അറിവുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോന്നും അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലാണ്. സമാ ആണെങ്കിലും അർളാണെങ്കിലും കൗക്കബാണെങ്കിലും നുജൂമാണെങ്കിലും ജബലാണെങ്കിലും ഒക്കെ നമ്മൾ അതിൻ്റെ വൈജ്ഞാനികമായ തലത്തിലൂടെയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ആകാശം പൊട്ടിപ്പിളർന്നാൽ എന്ന് അവസാന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന
സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പിളരാൻ ഒരു ആകാശം അവിടെ ഉണ്ടോ പന്തൽ പോലെ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇൻഫത്തറ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളരുക എന്നൊന്നും അതിനർത്ഥമല്ല. ഇൻഫത്തറ എന്ന് പറയുന്നത് അൽ ഔദത്തു ഇലൽ അസിലിയാണ്. അതിൻ്റെ ഫിത്രത്തുല്ലൂലയിലേക്കുള്ള അതിൻ്റെ മടക്കമാണ് സത്യത്തിൽ ഇൻഫത്തറ എന്ന് പറയുന്നത്. ഇൻഫാല ബാബ് വന്നാൽ അറിയാം. ഇൻകലബ ഇന്ന് ചേർത്ത് വരുമ്പോൾ അറിയാം. അതിൻ്റെ ഒരാളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അവൻ്റെ ദാഖിൽ, അവൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ ഉന്നതമായ അവൻ്റെ അറിവിൻ്റെ മേഖല തുറന്ന് കിട്ടുകയാണ് അവന് ചെയ്യുന്നത്. അത് അതിൻ്റെ ഫിത്രത്തുല്ലൂലയിലേക്ക് അത് മടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മടങ്ങുമ്പോഴാണ് അവൻ്റെ മുമ്പിൽ ഈ ആത്മീയ ജ്ഞാനത്തെ ഒരു ഹിജാബില്ലാതെ, ഒരു ലില്ലില്ലാതെ, മറയില്ലാതെ, തണലില്ലാതെ, നിഴലില്ലാതെ അതിനെ നേരെ കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് അവൻ്റെ ഫിത്രത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് ഇദസ്സമാഉം ഫത്രത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലാതെ ആകാശം പൊട്ടിപ്പിളരലൊന്നുമല്ല, അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അല്ല അത് നമ്മൾ ഇതിനു മുമ്പുള്ള വൈദസ്സമാവ് കുവ്വിറത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അല്ല, ഇദശംസ കുവ്വിറത്ത് അല്ല. ഒരു മനുഷ്യന്റെ ബോധസൂര്യനാണ് തക്വീറാണത്. അവൻ്റെ ഉള്ളിൽ ഒരു ബോധസൂര്യനുണ്ടല്ലോ. അപ്പം മനുഷ്യ ബോധതലം അതിൻ്റെ ശുദ്ധമായ പ്രകൃതിയിലേക്ക് അത് മടങ്ങിപ്പോകുന്ന അവസ്ഥയെയാണ് ഇദസ്സമാഉം ഫത്രത്ത് എന്ന് പറയുന്നത്. അവൻ്റെ സഖഫ് മഅരിഫത്ത്, അവൻ്റെ അറിവിൻ്റെ മേൽക്കൂര. സഖഫ് എന്ന് ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് സഖഫ്. അപ്പോൾ സഖഫ് മഅരിഫത്ത് അവൻ്റെ അറിവിൻ്റെ മേൽക്കൂരയാണ്, അറിവിൻ്റെ ആകാശമാണ്. അത് അതിൻ്റെ യഥാർത്ഥ ഫിത്രത്തിലേക്ക് അത് മടങ്ങുന്നത്. ഫാഖിം വജ്ഹക ഫിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ എന്ന് സൂറത്ത് റൂമിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഫാഖിം വജ്ഹക ലിദ്ദീനി, ഒരു മനുഷ്യൻ്റെ വജ്ഹ് ദീനിലേക്ക് തിരിക്കുക എന്ന് പറയുമ്പോൾ അതെന്താന്ന് പിന്നെ വിശദീകരിക്കുകയാണ്. ഫിത്രത്തുല്ലാ, അത് അള്ളാഹുവിൻ്റെ ഫിത്രത്താണ്. അതായത് ദൈവികമായ ഫിത്രത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ തിരിച്ചു പോക്കാണത്. അതാണല്ലോ അള്ളാഹു അൽഹംദുലില്ലാ എന്ന് പറയുന്നത് സൂറത്ത് ഫാത്തിറിൽ ഫാത്തിറു സമാവാത്തി വൽ അർള് എന്ന് പറയണ്ടല്ലോ. അവിടേക്ക് എന്താ പൊട്ടിപ്പിളരുക എന്നാണ് അർത്ഥം. അള്ളാഹു ആകാശങ്ങളെ പൊട്ടിപ്പിളർത്തുമ്പോൾ എന്നാണ് അർത്ഥം. ഫാത്തിറു സമാവാത്തി എന്ന് പറഞ്ഞാൽ ഫിത്രത്തുള്ള എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പൊട്ടിപ്പിളരലാണോ? എവിടുന്നാണ് ഈ ഫത്തറക്ക് പൊട്ടിപ്പിളരുക എന്നൊക്കെ അർത്ഥം കിട്ടുന്നത്? ഫത്തറ, തുഫറ, ഫതീർ, ഇങ്ങനെ അതൊക്കെ ഓരോരോ വാക്ക്, അതൊക്കെ കൂടുതൽ പിന്നീട് നമ്മൾ വിശദീകരിക്കാം ആ ഓരോ വാക്കുകൾ. അപ്പോൾ ഈ ഇൻഫത്തറ ഉണ്ടായത് ഫത്തറയിൽ നിന്നാണ്. ഫഅലയിൽ നിന്ന് ഇൻഫഅല ഉണ്ടാകുന്നത് പോലെ, കലബയിൽ നിന്ന് ഇൻകലബ ഉണ്ടാകുന്നത് പോലെ ഫത്തറയിൽ നിന്നാണ് ഇൻഫത്തറ ഉണ്ടാകുന്നത്. അത് പൊട്ടിപ്പിളരുക എന്നൊന്നും അതിന് അർത്ഥം ലഭിക്കാൻ പ്രയാസമാണ്. അത് അതിൻ്റെ ശുദ്ധമായ പ്രകൃതിയിലേക്കുള്ള ആദ്യ അവസ്ഥയിലേക്കുള്ള ഫിത്രത്തുല്ലൂലയിലേക്കുള്ള ഔദത്ത്, അതിൻ്റെ മടക്കമാണ് സത്യത്തിൽ ഇൻഫത്തറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതാണല്ലോ നമ്മൾ ഈദുൽ ഫിത്തർ എന്ന് നമ്മൾ ഒരിക്കൽ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇനി ചാനലിലാണോ ഗ്രൂപ്പിലാണോ എന്നറിയില്ല. എന്താണ് ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ്റെ ശുദ്ധമായ പ്രകൃതിയിലേക്കുള്ള അവൻ്റെ മടക്കാണ് എന്ന് പറയുമ്പോൾ, ശുദ്ധമായ പ്രകൃതിയുടെ സൃഷ്ടിപ്പ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഓരോ നിമിഷങ്ങളിലും ഉണ്ടാവുന്ന മാറ്റമാണത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ജാമിദായ ഒരു ഹാലത്ത്, അവസ്ഥയെക്കുറിച്ചല്ല പറയണത്. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഫിത്രത്തുള്ള എന്ന് പറയുന്നത് അത് ജാമിദായ, നിശ്ചലമായ,
മാറ്റങ്ങൾ ഉണ്ടാകാത്ത ഒരു നിശ്ചലമായ ഒരു അവസ്ഥയെയാണത്, ഹാലത്തും ജാമിതയാണത് എന്നുള്ളതാണ് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അല്ല, അള്ളാഹു ഫാത്തിറാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ നിമിഷത്തിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന മുബ്ദിഅാണ് അള്ളാഹു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പ്രകൃതി ഓരോ നിമിഷത്തിലും അതിൻ്റെ അറിവിൻ്റെ മേഖലയെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അള്ളാഹു ഫാത്തിറുസ് സമാവാ അൽഹംദുലില്ലാഹി ലദീ ഫാത്തിരിസ് സമാവാതി വൽ അർള് എന്ന് പറയുന്നത് അതാണ്. അൽഹംദുലില്ലാ, ആരാണ് അള്ളാഹു എന്ന് പറയുന്നത്? പിന്നെ അള്ളാഹുവിനെ വിശദീകരിക്കുകയാണ്. ഫാത്തിരിസ് സമാവാതി വൽ അർള് എന്ന് പറയുന്നത് അതാണ്. ഫാത്തിറാണ് എന്ന് പറഞ്ഞാൽ മുബ്ദിഅാണ്. ഓരോ ലഹളത്തിലും ഓരോ നിമിഷത്തിലും പുതിയ പുതിയ ജ്ഞാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതാണ് ഫാത്തിർ എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഹാലത്തും ജാമ്യത, നിശ്ചലമായ ഒരു അവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോൾ ചുരുക്കി ഇത്ര പറഞ്ഞപ്പോൾ അത് അവസാനിച്ചു. ഇനി ഇതിൽ ചില ആളുകൾ പറയുന്നത് അതിൻ്റെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, വിശദീകരണം കുറക്കണമെന്ന്. വിശദീകരണം വേണമെങ്കിൽ കുറക്കാം, അതൊന്നും കുഴപ്പമില്ല, കാര്യമില്ല. പിന്നെ അറിവിൻ്റെ മേഖല, അതിൻ്റെ ഒരു മനുഷ്യൻ്റെ ഉന്നതമായ ജ്ഞാനത്തിൻ്റെ മേഖല, അവൻ്റെ ബോധതലം, അതതിൻ്റെ ആദ്യ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അത്. പിന്നെ അതിൽ ഓരോന്നും നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടാവും. ഇതാ എന്ന് പറയുമ്പോൾ ഈ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാ എന്നുള്ളതിൽ ഈ എന്നുള്ളത് ആ ഹംസ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഹദത്ത്, പുതിയ പുതിയ സംഭവങ്ങൾക്ക് പിന്നെ ഉണ്ടാക്കി തീർക്കുന്ന ഒരവസ്ഥയെയാണ് അവിടുത്തെ ഈ എന്നുള്ള ഹംസ ഉദ്ദേശിക്കുന്നത്. ദാ എന്നുള്ളത് തെദിലീലുൽ ഹദസാണ്. ഓരോ സംഭവങ്ങളെയും നമുക്ക് കീഴ്പ്പെടുത്തി വിധേയപ്പെടുത്തി തരുന്നതാണ് ദാല്. പിന്നെ അതിൻ്റെ ശേഷമുള്ള ഹംസ, അലിഫ്, ഇംതിദാദ്, അത് ആ അറിവിൻ്റെ മേഖല ദീർഘിപ്പിച്ചു പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ അക്ഷരങ്ങൾ ഓരോന്നും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി വിശദീകരിക്കുമ്പോൾ ഒരുപാട് നമ്മൾ വിശദീകരിക്കേണ്ടി വരും. സമാ, അസമാ എന്നതിൽ സാ, മാ എന്താണ്? സാ പ്ലസ് മാ എന്നുള്ളത് എന്താണ്? സുമുവ് എന്നാണ്. സുമുവ് പ്ലസ് അലിഫും അംസയും കൂടുമ്പോൾ സമാ. അതിൻ്റെ അർത്ഥവ്യത്യാസങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ, ഇൻഫത്രയിലെ അലിഫന്ത്, നൂനെന്ത്, ഫ എന്ത്, ത്വ എന്ത്, റാ എന്ത്, ത എന്ത് എന്നുള്ളതൊക്കെ ഇങ്ങനെ അതിൻ്റെ വിശദീകരണം. അത് അത്രയും ആഴത്തിൽ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഞാൻ ഈ ഗ്രൂപ്പ് പെയ്ഡ് ഗ്രൂപ്പ് ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചെയ്തുകൂടായികയല്ല. കാരണം ആവശ്യക്കാർക്ക് മാത്രം ഇത് നൽകിയാൽ മതി. കാരണം അല്ലാത്ത ആളുകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ അവൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ പുസ്തകം അതിൻ്റെ ലിസാനുൽ അറബിൻ്റെ തലത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള, അതിന് തയ്യാറുള്ള, അതിന് എന്ത് തന്നെ ആയാലും വേണ്ടില്ല പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നമുക്കിതിൻ്റെ ആഴങ്ങളിലേക്ക് ഒക്കെ പോയി പഠിപ്പിക്കാൻ നമുക്ക് കഴിയും. മാത്രമല്ല, ഇതസമാവും ഫത്രത്ത് എന്നുള്ള വാക്കും അതിനോട് തത്തുല്യമായ മറ്റൊരു വചനവും അതിൻ്റെ അക്കങ്ങളുടെ യോജിപ്പും അങ്ങനെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന 9 അർത്ഥതലങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. അതൊക്കെ അത്രയും വിശദീകരണങ്ങളിലേക്ക് പോകുമ്പോഴാണത് നമ്മൾ വിശദീകരിക്കേണ്ടി വരിക. അല്ലാത്ത പ്രാഥമിക തലത്തിൽ ഇത്തരം മതി. ഇതസമാഉം ഫത്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉന്നതമായ ബോധതലം, അതിൻ്റെ ശുദ്ധമായ ആ പ്രകൃതിയിലേക്കും ആ ആദ്യ അവസ്ഥയിലേക്കും അത് തിരിച്ചു പോകുമ്പോൾ, അത് മടങ്ങുമ്പോൾ, എന്നിട്ട് ഇനി ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് പിന്നീട് ഉണ്ടാവുന്ന കാര്യം അവനിൽ ഉണ്ടായിത്തീരുന്നത് എന്നാണ്. അല്ലാതെ ഇത് അന്ത്യനാളിൽ സംഭവിക്കുന്ന ആകാശമാകെ പിന്നെ പിളരുക, നക്ഷത്രങ്ങൾ ഉരുണ്ട് വീഴുക, അങ്ങനെ ഓരോരോ സംഭവങ്ങൾ വിശദീകരിക്കാറുണ്ടല്ലോ. അങ്ങനെ അത്തരം കാര്യങ്ങളല്ല. അങ്ങനത്തെ ഒരു സംഭവങ്ങൾ തന്നെ മുസ്ഹഫിൽ എവിടെയും വിശദീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വൈജ്ഞാനിക തലത്തിൽ, ഇതിൻ്റെ ആശയ തലത്തിലേക്ക് വരുമ്പോൾ നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത്. അൽ ഹക്ക എന്ന് പറയുമ്പോൾ, അൽ ഖാരിയ എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ഇതസമാ ഉൻ ഷക്കത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇൻഫിത്താറിൽ നിന്ന് ഇൻഷിക്കാക്കിലേക്കുള്ള യാത്രയാണത്. ഇൻഫിത്താർ അതിൻ്റെ ബിദായത്തും ഇൻഷിക്കാക്ക് അതിൻ്റെ നിഹായത്ത് അവസാനമാണ്, തുടക്കവും ഒടുക്കവുമാണത്. ഈ അധ്യായത്തിന് ശേഷമാണ് ഇൻഷിക്കാക്ക് വരുന്നത്, സൂറത്തുൽ ഇൻഷിക്കാക്ക്. അപ്പോൾ ബിദായത്ത് ഇൻഫിത്താറാണെങ്കിൽ, തുടക്കം ഇൻഫിത്താറാണെങ്കിൽ, ഒരാളിൽ സംഭവിക്കുന്നത് ഇൻഫിത്താറാണെങ്കിൽ അതിൻ്റെ നിഹായത്ത്, അതിൻ്റെ ഒടുക്കം സംഭവിക്കുന്നത് ഇൻഷിക്കാക്കാണ് ഒരാളിൽ. അത് ആ അധ്യായം വിശദീകരിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇൻഷിക്കാക്ക് എന്നുള്ളതൊക്കെ വിശദീകരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സലാം.